ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിടുന്ന ആദ്യത്തെ ലോങ് വീഡിയോ കേട്ടോ ഇത്. അത് മാത്രമല്ല, നമ്മുടെ ഗിവ്അവേൻ്റെ വിന്നറേയും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ആദ്യം എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാണ്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയതും അതുപോലെ ഓരോ വീഡിയോസ് ഇട്ടതൊക്കെ. പക്ഷെ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടൊന്നും പറയാണ്ടിരിക്കാൻ വയ്യ. ഞാനിടുന്ന ഹെന്ന വീഡിയോസിൻ്റെ ഒക്കെ താഴെ ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനും ഒരു ബിഗിന്നറാണ്. എനിക്ക് ഒരുപാട് ഹെന്ന ഇട്ടിട്ടുള്ള പ്രാക്ടീസോ അല്ലെങ്കിൽ ഒരു ബ്രൈഡൽ ഹെന്ന ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസോ ഇല്ല. പക്ഷെ നിങ്ങളുടെയൊക്കെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് സ്വയം തോന്നിപ്പോവുക ഞാനൊരു ഹെന്ന ആർട്ടിസ്റ്റ് ആണ്. ഇനി ഇന്നത്തെ ഈ ഡിസൈനിനെ കുറിച്ച് നോക്കിയാലോ. ഞാനിട്ട് 1-2 വീഡിയോസിൻ്റെ താഴെ 3-4 കമൻറ്റ്സ് വന്നിരുന്നു. ബിഗിന്നേഴ്സിന് പറ്റുന്ന വീഡിയോസ് ചെയ്യുമോ, സിമ്പിൾ ആയിട്ടുള്ള ഹെന്ന ഡിസൈൻസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇന്ന് ചെയ്യുന്നത്. ആകെ 3 എലമെന്റ്സ് മാത്രമാണ് ഈ ഒരു ഡിസൈനിൽ ചേർത്തിട്ടുള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഞാനും ഒരു ബിഗിന്നറാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ കഴിവിൽ ഞാൻ ഭയങ്കര ഹാപ്പിയും സാറ്റിസ്ഫൈഡും ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഡിസൈൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ അകത്തൂടെ സ്പൈറൽ വരക്കുക. റൗണ്ടിൻ്റെ മേലെ കൂടെ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ പെറ്റൽസും വരച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ ഫ്ലവർ റെഡിയായി. സിമ്പിൾ അല്ലേ? ഇതിനോട് ചേർത്ത് ഒരു വട്ടം കൂടി ഇതുപോലെ റൗണ്ടും പെറ്റൽസും വരച്ചു കൊടുക്കുക. പിന്നെ 2 സൈഡിലും 3 ലീവ്സ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഈ ഒരു ഡിസൈനിനെ നമ്മുടെ കൈൻ്റെ അവിടെ സ്ഥലം ഉള്ളിടത്തൊക്കെ നിങ്ങൾ മാക്സിമം വരച്ചു കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ നോക്കി ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. എപ്പോഴും ഹെന്ന ഇടുമ്പോൾ മാക്സിമം സ്ലോയിൽ ടൈം എടുത്ത് ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വൃത്തിയും ഭംഗിയും അതിന് കിട്ടുള്ളൂ. പിന്നെ സിമ്പിളാണ്. നമ്മുടെ വിരലുകളുടെ ടിപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്ഥലം ഒരുപാട് കാണുന്നിടത്തൊക്കെ ഓരോ സ്റ്റാറും അതുപോലെ ഡോട്ടും ഒക്കെ വരച്ചു കൊടുക്കുക. ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് ഒക്കെ വളരെ എളുപ്പത്തിൽ വരക്കാൻ കഴിയുന്ന ഒരു രീതി ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ വരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഷോർട്സ് ഒന്ന് പോയിട്ട് കണ്ടാൽ മതി കേട്ടോ. ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ജെനുവനായിട്ടുള്ള അഭിപ്രായമാണ് എനിക്ക് വേണ്ടത്. നന്നായിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും പറഞ്ഞു. ഇല്ലയെന്ന് പറഞ്ഞു വെച്ചിട്ട് എനിക്ക് വിഷമമൊന്നും ആവില്ല. കാരണം ഞാൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുള്ളൂ. ഇനി നമുക്ക് ഗിവ് അവേയുടെ വിന്നർ ആരാന്ന് നോക്കിയാലോ. ഏകദേശം 700ൻ്റെ അടുത്ത് കമൻസ് നമുക്ക് വന്നിരുന്നത്. ജൂലൈ 10th രാത്രി വരെ നമ്മൾ സമയം കൊടുത്തിരുന്നു. അന്ന് തന്നെ നമ്മൾ വിന്നറിനെ കമന്റ് പിക്കർ വഴി സെലക്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വിന്നറിനെ സെലക്ട് ചെയ്യുന്ന വീഡിയോ റെക്കോർഡ് ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അഫീഫ എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ വിന്നർ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ അഫീഫ് ഒന്ന് മെസ്സേജ് ആക്കണേ. കിട്ടാത്തവരാരും വിഷമിക്കണ്ട കേട്ടോ. നമ്മൾ ഇനിയും ഗിവ് അവേസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് ഗിവ് അവേസ് ഒക്കെ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ. അതുകൊണ്ട് കീപ് സപ്പോർട്ടിങ്. ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.